Hi everyone. Today we are going to discuss about the second part video of the last chapter, language development. അപ്പോൾ നമ്മൾ ഒരു പകുതി വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചെറിയൊരു പോർഷനും കൂടെ ഉള്ളൂ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ. So next we are going to discuss about role of the teacher in language development. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ടീച്ചേഴ്സിന് എന്തൊക്കെ റോൾസ് ഉണ്ടെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് റിച്ച് ലാംഗ്വേജ് എക്സ്പീരിയൻസ് ടു ദ ചിൽഡ്രൻ ഇൻ ദ പ്രീ സ്കൂൾ. എന്താണ്, കുട്ടികൾക്ക് പ്രീ സ്കൂൾ ടൈമിൽ തന്നെ നല്ല രീതിയിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. മീൻസ് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ദെൻ വൈൽ ടോക്കിംഗ് ടു ചിൽഡ്രൻ ടോക്ക് സ്ലോലി ക്ലിയർലി ആൻഡ് ഇൻ ഷോർട്ട് സെൻറ്റൻസസ്. എന്താണ്, ഇനി കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്തൊക്കെ ശ്രദ്ധിക്കണം, അവരോട് സ്ലോലി ആയിട്ട് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് സംസാരിക്കുക, അതുപോലെ ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ദെൻ ഷോർട്ട് സെൻറ്റൻസസ് ആക്കിയിട്ട് അവർക്ക് മനസ്സിലാവാനും റിപ്ലൈ ചെയ്യാനും അല്ലേ, നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും അതുപോലെ അവർക്ക് റിപ്ലൈ തരാനും പറ്റണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് പതിയെ അല്ലേ, നല്ല സ്ലോലി അതുപോലെ ക്ലിയർലി അല്ലേ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പതിയെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സെൻറ്റൻസസ് ആക്കിയിട്ട് വേണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലിസണിങ് ടു ദ റെക്കോർഡഡ് പ്രോഗ്രാംസ് ലൈക്ക് സിനിമ, ഡ്രാമ, സോങ്സ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കേൾപ്പിച്ച് കൊടുക്കുക. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിലൂടെ അവർക്ക് എന്തുണ്ടാവും, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ കുട്ടികളുടെ സിനിമാസ്, അതുപോലെ ഡ്രാമാസ്, അതുപോലെ സോങ്സ് ഒക്കെ അല്ലേ നമ്മളിപ്പോൾ കാണാറുണ്ട് അല്ലേ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അത്തരം കഥകൾ അല്ലേ, കുട്ടികളുടെ ചെറിയ അനിമൽസ് വെച്ചിട്ടുള്ള സ്റ്റോറീസ്, അങ്ങനെയുള്ളതൊക്കെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും പിന്നെ ഓരോ സിറ്റുവേഷനിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് സ്ക്രീനിൽ അത്തരം കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുക. ദെൻ പ്രൊവൈഡ് ലാംഗ്വേജ് എക്സ്പീരിയൻസ് ലൈക്ക് സ്റ്റോറി, സോങ്സ് അല്ലേ, സ്റ്റോറിയൊക്കെ പറയുന്നത് പോലെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ലാംഗ്വേജ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ദെൻ മസ്റ്റ് ലിസൺ ടു ദ ചിൽഡ്രൻ അറ്റൻറ്റീവ്ലി. എന്താണ്, കുട്ടികൾ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ ലിസൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അവരെ നിർബന്ധമായിട്ടും ടീച്ചേഴ്സ് നല്ല രീതിയിൽ നല്ല ക്ഷമയോട് കൂടിയിട്ട് ലിസൺ ചെയ്യണം, കേൾക്കണം അല്ലേ. എന്നാലല്ലേ അവർക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള അവസരം ഉണ്ടാവുള്ളൂ, അവർ പറയാൻ താല്പര്യപ്പെടുള്ളൂ. സോ ടീച്ചർ ഷുഡ് ബി ലിസണർ ആയിരിക്കണം അല്ലേ. ദെൻ പ്രൊവൈഡ് ആംബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ചിൽഡ്രൻ സ്പീക്ക് ആൻഡ് എക്സ്പ്രസ് ഹിംസെൽഫ്. കുട്ടികൾക്ക് സംസാരിക്കാനും അവർക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാനും ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് ടീച്ചേഴ്സ് ഒരുക്കി കൊടുക്കണം. ടീച്ചേഴ്സ് മീൻസ് അവർ കേൾക്കണം അല്ലേ, കുട്ടികൾക്ക് അവർ എക്സ്പ്രസ് ചെയ്യുന്ന അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കണം ടീച്ചേഴ്സ് അല്ലേ. എന്നാൽ മാത്രമേ അവർക്ക് വീണ്ടും വീണ്ടും സ്പീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്നുള്ള ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു കാര്യം കൂടെ ടീച്ചേഴ്സിനോട് അടുത്ത കാര്യം പറയാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ, താല്പര്യം ഉണ്ടാവുള്ളൂ. സോ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അവർക്ക് അവസരങ്ങൾ കൊടുക്കണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു ചിൽഡ്രൻ ടു അസോസിയേറ്റ് സൗണ്ട്സ് വിത്ത് അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് അല്ലേ. എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, കുട്ടികൾക്ക് ഓരോ ലെറ്റർ സൗണ്ട്സിനെയും അതിൻ്റേതായ പിക്ചേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കണം, കണക്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സി എന്നുള്ളൊരു പിക്ചറിൻ്റെ സൗണ്ട് ക് എന്ന് പഠിപ്പിച്ച് കൊടുത്താൽ അതിൻ്റെ കൂടെ ഒരു ക്യാറ്റിനെ കാണിച്ചു കൊടുത്തിട്ട് ഈ കും ക്യാറ്റും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. എന്നാലും അവർക്ക് സൗണ്ട്സും വേർഡ്സൊക്കെ കിട്ടുള്ളൂ അല്ലേ. ദെൻ അവോയ്ഡ് ഡയറക്റ്റ് ആൻഡ് ബ്ലണ്ട് കറക്ഷൻ ഓഫ് മിസ്റ്റേക്സ് ഇൻ ചിൽഡ്രൻസ് അട്ടറൻസസ് പെർട്ടിക്കുലർലി ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. എന്താണ്, ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ അവരെ കറക്റ്റ് ചെയ്യുക, മിസ്റ്റേക്സിന് ഇങ്ങനെ എടുത്ത് പറയുക അല്ലേ, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഷൗട്ട് ചെയ്യാതിരിക്കുക അല്ലേ. കുട്ടികൾ അത്തരം നീ പറഞ്ഞത് തെറ്റാണ്, ഇങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യരുത്, ഷൗട്ട് ചെയ്തുകൊണ്ട് അവരെ കറക്റ്റ് ചെയ്യരുത്. അതുപോലെ ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരെ തിരുത്തുകയും വരുത്. ഓക്കെ, അവരെ ഒരു നോർമലായിട്ടുള്ള രീതിയിൽ നല്ല സമാധാനപരമായിട്ട് അവർക്ക് ഒന്നും കൂടെ തിരുത്തി കൊടുക്കുക. അതല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവരെന്ത് ചെയ്യരുത്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ടീച്ചേഴ്സിൻ്റെ റോള് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പീച്ച് ഡിഫക്ട്സ് ആണ് അല്ലേ, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ. അതെന്തൊക്കെയാണ്, 2 ടൈപ്പ് ഓഫ് സ്പീച്ച് ഡിഫക്ട്സ് ആണുള്ളത്. എ ടൈപ്പ്
കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ വേർ നോർമൽ സ്പീച്ച് ഈസ് ഡിസ്റപ്റ്റഡ്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു തരം കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ആണ്. അതിൽ സാധാരണയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള ഡിഫക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ someone who is unable to speak due to speech disorder is considered mute or dumb. ചില ആൾക്കാർ എങ്ങനെയാണ്, ജന്മനാ അവർക്ക് എന്തില്ല, സ്പീച്ച് ഡിസോർഡറാണ്. അവർക്ക് സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ കഴിവില്ല, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. സോ അതിനെന്താണ് നമ്മൾ വിളിക്കുന്നത്? മ്യൂട്ട് അല്ലെങ്കിൽ ഡംബ് അല്ലേ. സംസാരിക്കാൻ ബധിരൻ, മൂകൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു ഡിസോർഡറാണത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ അത് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ കാരണം അത് ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ സംസാരത്തിൽ വരിക. സെക്കൻഡ് വൺ ഇസ് അവർക്ക് എന്തില്ല, സംസാരിക്കാനേ കഴിയില്ല. അങ്ങനെ രണ്ട് തരത്തിലാണ് സ്പീച്ച് ഡിഫക്ട്സ് ഉള്ളത്. ക്ലിയർ? അടുത്തതായിട്ട് സ്പീച്ച് ഡിഫക്ട്സ് പല തരത്തിലുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്പീച്ച് ഡിഫക്ട്സ്. പല തരത്തിൽ സ്പീച്ചിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് സ്പീച്ച് ഡിഫക്ട്സ്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ സ്റ്റട്ടറിങ് ദ ചൈൽഡ് പ്രൊനൗൺസസ് ദ നോർമൽ സ്പീച്ച് ഈസ് ഡിസ്റപ്റ്റഡ്. എന്താണ് സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുട്ടികൾക്ക് നോർമലായിട്ട് പറയുന്ന സ്പീച്ച് തടസ്സപ്പെടുക. ഓക്കെ, സംസാരം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞാൽ. someone who is unable to speak due to speech disorder is considered mute. എന്താണ്, ചില ആൾക്കാർ എന്ത് പറയുന്നു, എന്താണ് അവർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അതിനെ നമ്മൾ മ്യൂട്ട് എന്ന് പറയും അല്ലേ, സ്പീച്ച് ഡിസോർഡറിന്. എക്സാമ്പിൾ, സ്റ്റട്ടറിങ്ങിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില വേർഡ്സ് അവരെന്ത് ചെയ്യാണ്, ഒരു വേർഡ്സ് സംസാരിക്കുമ്പോൾ അതിൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക. അതായത് ഒരു ക്യാറ്റ് എന്നാണ് അവർക്ക് പറയാനുള്ളതെങ്കിൽ ക ക ക കാറ്റ് അങ്ങനെ പറയുമല്ലോ, നമ്മൾ വിക്ക് എന്ന് പറയും അല്ലേ നമ്മൾ മലയാളത്തിൽ. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്ത്, സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് ഇൻ സ്റ്റാമറിങ് ദ ചൈൽഡ് ഫെയിൽസ് ടു പ്രൊഡ്യൂസ് any sound for same time which result in embarrassing type of gestures and facial expressions. എന്താണ് സ്റ്റാമറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവർക്ക് ചില വേർഡ്സ് അല്ലെങ്കിൽ ചില ലെറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവരത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? അവരുടെ മുഖത്തൊരു നാണമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ലജ്ജാവഹമായിട്ടുള്ള ഒരു ഫേസിലൂടെ അങ്ങനെയാണത് അവരുടെ ഈ ഒരു ഡിസോർഡർ അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അവർക്ക് ചില ലെറ്റേഴ്സ് അല്ലെങ്കിൽ ചില വേർഡ്സ്, ചില കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പുറത്ത് വരാത്തൊരവസ്ഥ. ദാറ്റ് ഈസ് സ്റ്റാമറിങ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് സ്പീച്ച് ഡിഫക്ട്സ്. അടുത്തത് വേറെയും ഒരുപാട് സ്പീച്ച് ഡിഫക്ട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ലിസ്പിംഗ്. ലിസ്പിംഗ് മീൻസ് ഇനേബിലിറ്റി ടു കറക്റ്റ്ലി പ്രൊഡ്യൂസ് വൺ ഓർ മോർ സിബിലൻറ്റ് കോൺസണൻറ്റ് സൗണ്ട്സ്, യൂഷ്വലി ഓർ z. എന്താണ് ലിസ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവർക്ക് ചില സൗണ്ട്സ് അല്ലേ ഏകദേശം സെയിം ആയിട്ട് തോന്നുന്ന ചില സൗണ്ട്സ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാതിരിക്കുക. എസ് അതുപോലെ സെഡ് അല്ലേ കോമൺ ആയിട്ട് വരുന്ന സൗണ്ട് ഏകദേശം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അങ്ങനെ സൗണ്ട്സ് കറക്റ്റായിട്ട് വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ലിസ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തതായിട്ട് അപ്പറാക്സിയ. അതൊരു സ്പീച്ച് ഡിഫക്ട്സ് ആണ്. ഇൻകൺസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട് ആൻഡ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് സൗണ്ട് ഇൻ എ വേർഡ്സ്. എന്താണ് അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മീൻസ് എന്താണ്, ചില വേർഡ്സ് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിന് എക്സാമ്പിളാണ് ലിപ്സിന്. ചില കുട്ടികൾ എന്തെന്നാ പറയുക, ലിപ്ത് എന്നല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് എസ് പറയാൻ വേണ്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേർഡ് പറയുമ്പോൾ അതിൽ വരാത്ത ഒരു ബുദ്ധിമുട്ട്. സോ ലിപ്സിന് ലിപ്ത് എന്ന് പറയുന്ന കുട്ടികളുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ആണ് അപ്പറാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്താണ് അവർക്ക് കറക്റ്റായിട്ട് സ്പീച്ച് സൗണ്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് പറയുക, കറക്റ്റായിട്ട് സ്പെല്ല് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ലെറ്റേഴ്സ് മാറ്റി പറയുന്ന ഒരു അവസ്ഥ. ദെൻ അടുത്തത് ഈസ് ഡിസ്ഫോണിയ ആണ്. ഈസ് ഓൾസോ ആസ് ഹോഴ്സ് വോയിസ്. ഇറ്റ് റെഫേഴ്സ് ടു ഇനേബിലിറ്റി ടു പ്രൊഡ്യൂസ് വോയിസ്. എന്താണ്
ഡിസ്ഫോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുക്കമായിട്ടുള്ള ശബ്ദം പുറത്ത് വരിക, നല്ല വോയിസ് അല്ലാത്ത രീതിയിൽ അല്ലേ, കേൾക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള വോയിസ് അല്ലേ, പരുക്കമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു ഭംഗിയില്ലാത്ത വോയിസിലൂടെ സംസാരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ. സെയിം ടൈം എന്താണ്, അവർക്ക് ചില വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. ലൈക്ക് പൊട്ടേറ്റോ, ചില കുട്ടികൾ പൊട്ടേറ്റോ എന്ന് പറയാനും ടൊപ്പാറ്റോ എന്ന് പറയും, ടൊട്ടേറ്റോ എന്ന് പറയും അല്ലേ. കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത, ഒരു വേർഡിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടി ഡിസ്ഫോണിയയിൽ വരുന്നുണ്ട്. എന്താണ്, അവർക്ക് പരുക്കമായിട്ടുള്ള പരുഷമായിട്ടുള്ള ശബ്ദത്തിലാണ് സംസാരിക്കാനും കഴിയുക, അല്ലെങ്കിൽ വേർഡ്സൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ ഡിസോർഡർ ആയിട്ടാണ് ചില വേർഡ്സ് അവർ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അടുത്തത് ക്ലട്ടറിങ് ആണ്. ക്ലട്ടറിങ് മീൻസ് എന്താണ്, റാപ്പിഡ് സ്റ്റേറ്റ് ഓഫ് സ്പീച്ച് വിച്ച് മേക്സ് ദ സ്പീച്ച് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ്, ഫാസ്റ്റായിട്ട് സംസാരിക്കുക. എന്താണ്, അവർ വേർഡ്സും സെൻറ്റൻസസും ഒന്നും ക്ലിയർ ആവാതെ ഭയങ്കര ഫാസ്റ്റായിട്ട് അവർ അല്ലേ ക്ലട്ടർ ചെയ്തുകൊണ്ട് എന്താണ് ഇടകലർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്ത്, ക്ലട്ടറിങ്. പല ആൾക്കാർക്കും ജന്മനാ അങ്ങനെയാണ് സ്പീച്ചിനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത്. സോ ദാറ്റ് ഈസ് ക്ലട്ടറിങ്, ഫാസ്റ്റായിട്ട് സംസാരിക്കുക. ലാസ്റ്റ്ലി വി നീഡ് ടു ഡിസ്കസ് ദ കോസസ് ഓഫ് സ്പീച്ച് ഡിഫെക്ട്സ്. എന്താണ്, നമ്മൾ ഇതുവരെ പലതരത്തിലുള്ള സ്പീച്ച് ഡിഫെക്ട്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി ഇത്തരം സ്പീച്ച് ഡിഫെക്ട്സ് വരാനുള്ള കാരണങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ജനറ്റിക് ഇഷ്യൂസ് അല്ലേ, ജനിതകപരമായിട്ടുള്ള തകരാറുകൾ. ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ പല കുട്ടികൾക്കും ജനിതകപരമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, സ്പീച്ച് ഡിഫെക്ട്സ് ഉണ്ടാവും. ദെൻ മസിൽ വീക്ക്നെസ്സസ് അല്ലേ, നമ്മൾ സ്മോൾ മസിൽസ് ആയിട്ടുള്ള മസിൽസും ലാർജ് മസിൽസിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ടങ്ക്, ലിപ്സ്, അങ്ങനെ ഒരുപാട് മസിൽസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ മസിൽസിന് എന്തെങ്കിലും വീക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ സ്പീച്ച് ഡിഫെക്ട്സ് ഉണ്ടാവാം. ദെൻ ഓറൽ ക്യാൻസർ അല്ലേ, മൗത്തിലോ അങ്ങനെയുള്ള ഓറൽ ഏരിയാസിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാകുമ്പോഴും സ്പീച്ചിന് ബുദ്ധിമുട്ടുണ്ടാവും. ദെൻ ഓട്ടിസം അല്ലേ, ഓട്ടിസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം രോഗമാണ്, മറവി പോലെയുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു അസുഖമാണ് ഓട്ടിസം. ഓട്ടിസം ഉണ്ടെങ്കിൽ അവർക്ക് സ്പീച്ച് കറക്റ്റായിട്ട് നടക്കില്ല. ദെൻ ഫിസിക്കൽ ഡിഫോമിറ്റീസ് അല്ലേ, ശാരീരികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്തില്ല, അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാവില്ല. സോ എന്താണ്, അവർക്ക് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് കൂടുതൽ സ്പീച്ചിനൊന്നുമുള്ള താല്പര്യം ഉണ്ടാവില്ല, അവസരങ്ങളുണ്ടാവില്ല. ദെൻ ബ്രെയിൻ ഡാമേജ് അല്ലേ, ബ്രെയിനിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിലൂടെയാണ് നമുക്ക് എല്ലാ അവയവങ്ങളിലേക്കുള്ള ആക്ഷൻസ് വരുന്നത്. സോ സ്പീച്ചിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. ദെൻ ഡയമെൻഷ്യൻസ് ഒരു തരം ഒരു മറവി രോഗമാണ്. മറവി കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ദാറ്റ് ഇസ് ഡിമെൻഷ്യ, മറവി അല്ലേ. ദെൻ ഓട്ടിസം നമ്മളെങ്കിലും പറഞ്ഞു അല്ലേ. ദെൻ ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജന്മനാ കുട്ടികളിൽ ബുദ്ധിയില്ലാത്ത കുട്ടികളായിട്ട് നമ്മൾ ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരുടെ ഫേസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ, അവർക്ക് ബുദ്ധിയില്ല. സോ അവർക്ക് സംസാരിക്കാനും കഴിയില്ല. സോ സംസാരിക്കുന്നവരുണ്ട്, പക്ഷേ ക്ലിയറായിട്ട് സ്പീച്ചിനുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നുള്ള ഒരു കപ്പാസിറ്റി ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികളിൽ ഉണ്ടാവാറില്ല. ദെൻ ഫിസിക്കൽ ഡിഫോമിറ്റീസ് എഗെയിൻ അല്ലേ, എന്താണ്, ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് നടക്കില്ല, കറക്റ്റായിട്ട് സ്പീച്ചിനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതൊക്കെയാണ് സംസാരിക്കാൻ അല്ലെങ്കിൽ സ്പീച്ച് ഡിഫെക്ട്സിനുള്ള കോസസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കോസസ് മീൻസ് എന്താണ്, കാരണങ്ങൾ അല്ലേ. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോയും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. ഓക്കെ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരുന്നൊരു ചാപ്റ്ററാണ്. സോ നിർബന്ധമായിട്ടും വീഡിയോസ് വാച്ച് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, this is the last and final video class. So thank you for watching my class. Have a nice day.